ആ ഇട്ടാ കൈത്ത് പൊട്ടിപ്പോവും. എൻ്റെ പൊന്നാര ഗൈസ്, നിങ്ങൾക്കുണ്ടോ കുരുത്തം കെട്ട മക്കള്? കുരുത്തം കെട്ടെന്ന് പറയാൻ പറ്റൂലല്ലേ, പാവം ലെനി. എൻ്റെ പൊന്നാര ഗൈസ്, ഞാൻ എൻ്റെ മോളോട് എൻ്റെ അളമാറ മടിക്കി വെക്കാൻ പറഞ്ഞതാ. വിറത്തിക്കോളും മടിക്കി വെച്ചിക്ക് ഒരു സാധനം കിട്ടണേ. എൻ്റെ പൊന്നു ഗൈസ്, എവിടെയാന്ന് എനിക്ക് പിടുത്തല്ല. ഞാനും മോനും അളമാറ മുഴുവനും വലിച്ചു വാരിയിട്ട്, ഓള് വിടല്ല, ഓള് ഏട്ടത്തിൻ്റെ വീട്ടിലാണ്. ഓള് വന്നിട്ട് വേണം ഒക്കെ ഒന്ന് മടക്കി വെപ്പിക്കാൻ. എന്തൊരവസ്ഥ. എല്ലാം മടുക്കാണ്ട് താഴെ എടുത്തിട്ട് ഇങ്ങനെ മടക്കി വെക്കേണ്ടി വരും കേട്ടോ. ആ ചുരിദാറവിടെ വെച്ചേ, നമുക്ക് നാളെ റീലിടാനുള്ള ചുരിദാർ തപ്പി പിടിച്ചെടുത്ത്. എന്തോരം ചുരിദാറാന്നറിയോ ഗൈസ്. എന്നാൽ പിന്നെ ആർക്കെയും കൊടുത്തുകൂടെ നോക്കി, അങ്ങനെ പഞ്ച ചെലവിലായിരുന്നു ഇതാകുന്നുണ്ട. എവിടെ നിന്ന് എടുക്കട്ടെ അത്? എൻ്റെ ഒരു വയലറ്റ് കളറ് ചുരിദാർ, നല്ലൊരു കളറാട്ടോ. ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇട്ടൊരു ചുരിദാർ. അതാ മോനെ, ഇതേപോലെ ഒരു വർക്ക് താഴെ വരുന്നൊരു ഷാളാണ്. വയലറ്റ് ഈ കളറാണ്, തമ്പത്ത് വരുന്നൊരു മഞ്ഞ കളർ ഷാളുമല്ല. എന്നിട്ട് എൻ്റെ പൊന്നാര ഗൈസ്, ഓ നിലത്ത് പിറക്കിടുക എൻ്റെ മോന്. അതൊക്കെ എന്നെ കൊണ്ട് ഞാൻ മടുക്കിപ്പിക്കുപോയി. ആ ചെറുത്ത് പാവോ, ചെറുതിനെ വിളി. അതുകൊണ്ട് എന്താ, ഞങ്ങൾക്കൊരു സാധനം ഇവിടെ പോകും. ഷാൾ ഒരു സ്ഥലത്താണെങ്കിൽ കറക്റ്റ് നമ്മൾ അയൺ ചെയ്ത് ഞാനങ്ങ് മടക്കി വെക്കും പോലെ മടക്കി വെച്ചതാ. ഇതിൻ്റെ ഉള്ളിലില്ലാലോ, അതാ ഞാൻ ചോദിച്ചത്. ഉമ്മൻ്റെ കുറേ ഗൗണ്, വലിയ ഗൗണുണ്ടല്ലോ ഉമ്മപ്പുറത്ത്, ഇതിലേക്ക് വെച്ചിട്ട് അതിലൊന്നും മെല്ലെ ഒന്ന് തുറന്നു നോക്ക്. അതിൻ്റെ ഷാളാണെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിലോ. ഓരോന്നോരോന്നായിട്ട് മെല്ലെ മെല്ലെ സാവധാനം ചിന്തിച്ച് പിറക്കി കൂട്ടുക. അതിൻ്റെ ഉള്ളിലും ഷാളില്ലടാ, ഷാളിൻ്റെ വേണ്ടിട്ട് എന്തായാലും എൻ്റെ മോളെ വിളിച്ചു വരുത്തേണ്ടി വരും. അതിൻ്റെ ഉള്ളിലില്ല. എവിടെയാണ് നമ്മളോട് ചോദിക്കേണ്ടി വരും ഗൈസ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പം കടന്നുകൊണ്ട് പോകുന്നത്. എപ്പോൾ തുടങ്ങിയതാ മോനെ തെരച്ചില്? ഉറക്കെ പറയും. രാവിലെ തുടങ്ങിയ തെരച്ചില, കയ്യിലുണ്ടാവില്ല. അതും ഇനി മുടങ്ങൂല. അവിടെ എന്താ ഷിഫ്റ്റ് നെറ്റോ എന്തോ സംഭവം. കുറേയൊക്കെ ഡ്രസ്സ് ഞാൻ കൊടുത്താളാന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ, ഒരു ആൽബം ഷൂട്ട് വന്നിട്ടുണ്ട്, കുറച്ച് ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആൽബം ഷൂട്ടിന് അവർക്ക് കോസ്റ്റ്യൂം വേണമെന്ന് പറഞ്ഞു. മറ്റേ ഇതായിട്ടാട്ടോ, കണ്ണൻ്റെ അമ്മയായിട്ട്. അപ്പോൾ ഫൈനലി ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. പേയ്മെൻറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ കോസ്റ്റ്യൂമൊക്കെ അവരെടുക്കുകയാണെങ്കിൽ അവർ പറഞ്ഞ പേയ്മെൻറ്റിന് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ കോസ്റ്റ്യൂം ഉണ്ടെങ്കിൽ അതുകൂടി എടുക്കാമെന്ന്. എൻ്റെ കയ്യിൽ കോസ്റ്റ്യൂം ഉണ്ട്, പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു 1 ടൈം യൂസ് ചെയ്തതാണ്, അല്ലാത്ത ഒരൊറ്റ കോസ്റ്റ്യൂമും എൻ്റെ കയ്യിലില്ല. നോക്കണ്ട, സിനിക്കാത്തിയാണ് വിളിക്കുന്നത്. അപ്പം 1 ടൈം യൂസ് ചെയ്തതാണുള്ളത്, അതേ ഞാൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യം പോലെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്പെഷ്യലായിട്ട് എനിക്ക് വാങ്ങാനൊന്നും പറ്റില്ല. അപ്പം മോന് ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെയൊക്കെ പാൻറ്റും ഷാളൊക്കെ അതിലുള്ളത്. അത് ഷാള് എനിക്കിത് ഇതില്ല, ക്ഷമ എന്ന് പറയുന്ന 2 വാക്കില്ല. ഞാൻ ഗായ്സ് കിട്ടി ഗായ്സ്. രാവിലെ തപ്പൽ തുടങ്ങിയതാണ് ഞങ്ങൾ, ഇപ്പോഴാണ് കിട്ടിയത് ഗായ്സ്. അതുകൊണ്ട് മെല്ലെ അട്ടെടുത്ത് വെച്ചോ, നിലത്തിട്ടതൊക്കെ മെല്ലെ മടക്കി തന്നെ അട്ടെടുത്ത് വെച്ചോ. അതാ വലിച്ച് വാരിയിട്ടതാ, ഒന്നായിട്ടുണ്ട്. എനിക്കങ്ങനെയാണ്, എനിക്ക് ക്ഷമ എന്ന് പറഞ്ഞൊരു വാക്കില്ല. ഞാൻ എന്താക്കൂ, 1-2
നല്ലോണം നോക്കും. മൂന്നാമത്തത് അങ്ങനെ ഒറ്റ വലിയ എല്ലാം കൂടി താഴെ വീഴും. എന്നിട്ട് ഇങ്ങനെ കൊടുത്ത് നോക്കും. എന്നിട്ട് ഓരോന്നും മറ്റേ ലോറിയിൽ അങ്ങ് കയറ്റി വിടും പോലെ ശരി. അതാണ് എൻ്റെ സ്വഭാവം. ഏതായാലും സാധനം കിട്ടി. ഓക്കെ ടാറ്റാ.